ഞാനൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു കെ.സി. വേണുഗോപാലിനാണ് വലിയ ചാൻസ്. അതായത് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി. എന്ത് പബ്ലിക് സെൻറ്റിമെൻ്റ് ഉണ്ടെങ്കിൽ തന്നെയും തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ, അതായത് കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയിൽ അതിനകത്ത് വരുന്ന MLA-മാർ, അതാണ് ഏറ്റവും വലിയ മാനദണ്ഡം. മറ്റുള്ളതൊന്നും മാനദണ്ഡം അല്ല. മറ്റുള്ളതൊക്കെ ചോദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കും. ഘടകകക്ഷികൾക്കും വലിയ പ്രാധാന്യമില്ല ഇതിൻ്റെ അകത്ത്. അതായത് CLP മെമ്പേഴ്സാണ് തിരഞ്ഞെടുക്കുന്നത്, അതാണ് പ്രാധാന്യം. ഇപ്പോൾ കേരളത്തിൽ ചില സാറ്റലൈറ്റ് മീഡിയയും അതേപോലെ തന്നെ യൂട്യൂബേഴ്സും ഒക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതായത് VD സതീശന് 32 പേരുടെ പിന്തുണയുണ്ട്, കെ.സി. വേണുഗോപാലിന് കുറവാണ്. അപ്പം ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വർഷം കൊണ്ട് അറിയുന്ന ഈ കോൺഗ്രസിൻ്റെ പല നോർത്ത് ഇന്ത്യയിലുള്ള ലീഡേഴ്സൊക്കെ അറിയാവുന്നവരാണ് പേഴ്സണലി. അപ്പം അവരോടൊക്കെ ഒരു തന്ത്രപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിടികിട്ടിയത് ഏകദേശം 50-ന് മുകളിൽ, 63-ൽ 50-ന് മുകളിലുള്ളവർ MLA-മാർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കെ.സി. വേണുഗോപാലിനെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കാം, അതിൻ്റെ അകത്ത് ആ ലിസ്റ്റിനകത്ത് നീലകണ്ഠൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ഉദുമ MLA, ആ ഉദുമ MLA-യോട് 4 പ്രാവശ്യം ചോദിച്ച് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അയാൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് ബ്ലാങ്കായിട്ട് കിട്ടും. അല്ലാതെ പിന്നീട് അയാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊക്കെ ചുമ്മാ പച്ചക്കള്ളമാണ് പറഞ്ഞത്. അതായത് വലിയൊരു ശതമാനം MLA-മാരും കെ.സി. വേണുഗോപാലിനാണ് അവർ സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർ പറയുന്നു, ഇവിടുത്തെ നേതാക്കൾ, അതായത് AICCയുടെ ഒബ്സർവറും പോയവരും രാഹുൽ ഗാന്ധിയുടെയും ഖർഗയുടെ ഓഫീസൊക്കെ ലീഗിൻ്റെ ഈ പറയുന്ന EK കുഞ്ഞാലിക്കുട്ടിയോടും സാദിഖ് അലി തങ്ങളോടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരായിരിക്കും AICCയുടെ പിന്തുണ, ആർക്കാണ് പിന്തുണ കൊടുക്കുന്നത്, അതിൻ്റെ മാനദണ്ഡം എന്താണ്. അവർ പറഞ്ഞിട്ടുണ്ട് ആരാണ് കോൺഗ്രസിനെ AICC തീരുമാനിക്കുന്നത് അവർക്കാണ് ലീഗിൻ്റെ പിന്തുണ. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ PMA സലാമൊക്കെ പറയുന്നത് ഒരു വെറുതെ വെളുപ്പീര് പരിപാടിക്കാണ്. കാരണം അയാൾക്കറിയാം അയാളല്ല തീരുമാനിക്കുന്നത്, ലീഗും അല്ല തീരുമാനിക്കുന്നത്, ഈ കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. പിന്നെ അതിൻ്റെ അത് പ്രധാനമായിട്ട് ലീഗിൻ്റെ നേതാവ് എന്ന് പറയുന്ന ഒന്ന് കുഞ്ഞാലിക്കുട്ടി, ഈ പറയുന്ന സാദിഖ് അലി തങ്ങൾ, അവരോട് സംസാരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ PJ ജോസഫിനോട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുന്ന അവരോട് സംസാരിച്ചു കഴിഞ്ഞു.